തന്ന ദൂതിലേക്ക് വേഗത്തിൽ ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരുമിച്ച് ആ ദൂതിനെ ധ്യാനിക്കാം. വിശുദ്ധ ബൈബിൾ എല്ലാവരും തുറന്നാട്ടെ. വിശുദ്ധ ബൈബിൾ എല്ലാവരും തുറന്നേ. എല്ലാവരും തുറന്ന വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ ദൈവാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വെളിപ്പാട് 2:25. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളി എന്ന് ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുത്ത് ആ വചന കണ്ണുകൾ അടച്ച് ആ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചാരത്ത് കൂരത്ത് എല്ലാവരും. ഇതിനുശേഷം യൂട്യൂബിൽ കാണുന്ന മാന്യതയോ മക്കളുണ്ട്. എല്ലാവരും നിങ്ങൾ ഈ വചനം ഒന്ന് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് നിനക്കുള്ളത് ഞാൻ വരും വരെ നീ പിടിച്ചു. ഒന്ന് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങെനിക്ക് ഒരുക്കി വച്ചിരിക്കുന്നതൊന്നും, എനിക്കായി വേർതിരിച്ചിരിക്കുന്നതൊന്നും അവിടുത്തെ വരവോളം നഷ്ടപ്പെടുത്താൻ എന്നെ അനുവദിക്കരുത്. ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട്, കർത്താവേ, നിന്റെ വരവോളം, കർത്താവേ, നിന്റെ വരവോളം, നിന്റെ വരവോളം നാഥ, എനിക്ക് വേണ്ടിയുള്ളത് നഷ്ടപ്പെടുത്തി കളയുവാൻ എനിക്കിടവരരുതെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ഓ ജീസസ്, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വേണം നമുക്ക് ഈ ദൂതിലേക്ക് കയറാൻ. എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വരവോളം കർത്താവിന്റെ വരവോളം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതിനെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനുള്ള ദൈവത്തിന്റെ കൃപ, ദൈവിക സ്വഭാവം എന്നിൽ ദൈവം ഈ ശുശ്രൂഷകളിലൂടെ പകരപ്പെടണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തന്ന ദൂതിനായി യേശുവിന്റെ നാമത്തിൽ വാഴ്ത്തി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വെളിപ്പാടിനെ തരണം. വചനത്തെ പഠിപ്പിക്കണം. വചനത്തിൽ നിന്ന് പ്രാപിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. വചനം ഞങ്ങളെ വിടുവിക്കുന്നതാണ്. വചനം ഞങ്ങളെ ഒരുക്കുന്നതാണ്. വചനം ഞങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഇന്ന് പകൽ ഈ വചനം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണം. വചനത്തിന്റെ വെളിപ്പാടിനെ തരണം. ശുശ്രൂഷിക്കാൻ അധികാരപ്പെടുത്തണം. ഈ ശുശ്രൂഷകർക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന മാനുഷിക പൈശാചിക മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ആ മേഖലകളെ എല്ലാം ഞാൻ അടച്ചു പ്രാർത്ഥിക്കാം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരോൽ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി ഒരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. വളരെ ഈടുറ്റ, വളരെ ചിന്തനീയമായ, വളരെ ആഴമേറിയ പ്രത്യുത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ദൂതാണ് ദൈവം നമുക്ക് നൽകി തന്നത്. നിങ്ങളെല്ലാവരും ഇനിയും എന്നെ ശ്രദ്ധിച്ച്, എന്നെ നോക്കി ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കണം. ഹല്ലേലൂയ. വളരെ ഈടുറ്റ ഒരു ചിന്ത,
വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് തന്നെ പ്രവചന ഗ്രന്ഥമാണെന്ന് നമുക്കറിയാം. അതിൽ പുതിയ നിയമത്തിൽ ഏക പ്രവചന പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടമാണ് എന്ന് എനിക്കറിയാം. തിളച്ച എണ്ണയിൽ യോഹന്നാനെ ഇട്ടു. എന്നാൽ അവിടെ യോഹന്നാനിന് ഒരു ദോഷവും വരാൻ ദൈവം അനുവദിച്ചില്ല. അതിനുശേഷം പത്മോസ് എന്ന ദ്വീപിലേക്ക് തന്നെ നാടുകടത്തി. അവിടെയും ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു. ഹല്ലേലൂയ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നത് യോഹന്നാനെ എന്റെ സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 1-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, യോഹന്നാനിലൂടാണ് എഴുതപ്പെട്ടെങ്കിലും യോഹന്നാന്റെ വെളിപ്പാടല്ല ഇത് നസ്രായന്റെ വെളിപ്പാടാണ്. ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഹല്ലേലൂയ. യോഹന്നാനാണ് എഴുതിയതെങ്കിലും, യോഹന്നാനിലൂടെയാണ് ഇത് പുറത്തു വന്നതെങ്കിലും, ഈ വെളിപ്പാട് യേശു ക്രിസ്തുവിൻ്റെതാണ്. അത് വിശ്വസിക്കുന്നവരൊരാമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോടൊരു വെളിപ്പാട് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളോടൊരു ആലോചന പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളോടൊരു അരുളപ്പാടുകൾ പറഞ്ഞാൽ, അത് വചനത്തിലൂടാകട്ടെ അല്ലാതാകട്ടെ, അത് നിങ്ങളോട് കൈമാറിയാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞാളുടെയല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് പറഞ്ഞവരെ നിങ്ങൾ നോക്കരുത്. ദൈവം നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെ, ഇന്ന് പറഞ്ഞവർ നാളെ ചിലപ്പം ഇത് പറയാൻ കാണണമെന്ന് ഇല്ല. എന്ന് പറഞ്ഞാൽ തട്ടിപ്പോവെന്നല്ല ഞാൻ പറഞ്ഞ. ഇന്നത്തെ കാലത്ത് ഇന്നലെ പറഞ്ഞവരാരും ഇന്ന് കാണാറില്ല. യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രസംഗിച്ച് നടന്ന ഒരു പുള്ളിയാണ് പിന്നെ പറഞ്ഞത് യേശുവല്ല ദൈവം, സഹോദരൻ. സ്തോത്രം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇന്നലെ പറഞ്ഞവരൊക്കെ നാളെ ചിലപ്പോ ഈ ശുശ്രൂഷാമുഖത്തൊക്കെ കാണുമോ എന്നറിയത്തില്ല. നിങ്ങൾ വ്യക്തികളെ നോക്കണ്ട. പറഞ്ഞത് ദൈവമാണെങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഒരാമേ ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. വളരെ ഈടുറ്റ ഒരു ദൂതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നത്. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ എന്ത് ചെയ്തോണം? നിങ്ങൾ പിടിച്ചുകൊള്ളണം. ഒരാമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ചില ചോദ്യങ്ങൾ ആ വാക്യത്തിലുണ്ടല്ലേ? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ നിങ്ങൾ പിടിച്ചു കൊള്ളണം. ഒരാമേൻ പറഞ്ഞേ. അപ്പൊ ആ വാക്യത്തിൽ ചില ചോദ്യങ്ങളുണ്ട്, അല്ലേ? അല്ലേ? ഇല്ലേ? നിങ്ങൾക്കുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയോ ഉണ്ട്. നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ. സാധാരണ നിങ്ങൾക്ക് ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴാ സാധാരണ സങ്കടപ്പെടേണ്ടത്. കർത്താവേ, എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴാ സാധാരണ സങ്കടപ്പെടേണ്ടത്. പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയോ ഉണ്ട്. ഈ ഒന്നും ഇല്ലേലും ചിലരുടെ ഇരിപ്പ് കണ്ട എന്തൊക്കെയോ
എന്തൊക്കെയോ സ്തോത്രം ചെയ്യുക. നല്ലതാ കേട്ടോ. ദൈവമക്കൾ ഒന്നും ഇല്ലേലും അത് പുറത്തെന്ത് ചെയ്യരുത്, കാണിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ അച്ഛന്റെ കാര്യം ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കും. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛന് പല ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും അച്ഛൻ പുറത്തിറങ്ങുമ്പോൾ നല്ല അല്ലെങ്കിൽ അച്ഛന്റെ പേര് പോലെ തന്നെ അച്ഛൻ ഇറങ്ങുന്നു. സ്തോത്രം. അല്ലേ അച്ഛൻ? സ്തോത്രം. ഹല്ലേലൂയ. അച്ഛന്റെ ബുദ്ധിമുട്ടുകളൊന്നും അച്ഛന്റെ നടപ്പിലോ അച്ഛന്റെ വേഷവിധാനത്തിലോ അറിയത്തില്ല. സ്തോത്രം. അച്ഛനെ നമുക്ക് അടുത്തറിയാവുന്നത് കൊണ്ട് അച്ഛന്റെ പ്രയാസങ്ങൾ അറിയാം. എന്നാ അച്ഛനെ അറിയാത്ത ഒരാളാണെങ്കിൽ ഈ അച്ഛൻ വലിയ പുള്ളിയാണ് പറയത്തുള്ളൂ. എന്നാ ഹല്ലേലൂയ. പുറമേ ദൈവ കുഞ്ഞുങ്ങൾ എന്ത് ബുദ്ധിമുട്ട് നമുക്കകത്തുണ്ടെങ്കിലും പുറമേ നമ്മളത് കാണിക്കുന്നു. ചേർന്ന് രാമൻ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്തൊക്കെയോ ദൈവം നമുക്ക്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എഴുതിയത് നിങ്ങൾക്കുള്ളത്. ഒരാമൻ പറഞ്ഞ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ദൂത് പറയാം, നമുക്ക് ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് വേണ്ടി ദൈവം ചിലത് കരുതിയിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ വചന ധ്യാനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചൊരു ഭാഗമാണത്. ഞാൻ ചിലത് കരുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചിലതുണ്ട്. ഓ, എത്ര പേര് എന്റെ കൂടെ രാമൻ പറയും. അപ്പൊ നിങ്ങൾക്കുള്ളത്, അല്ലെ, നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങൾക്കുള്ളത് ഞാൻ വരുവോളം. ഓ, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കുള്ളത്. അപ്പോൾ ദൈവം ചിലത് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ വരുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പിടിച്ച് കൊള്ളണം. അപ്പം ഒന്ന്, ദൈവം നമുക്ക് ചിലത് ഒരുക്കിയിട്ടുണ്ട്. രണ്ട്, ഒരുക്കിയത് എന്താണെന്ന് നമ്മൾ അറിയണം. ഒരുക്കിയതിന്റെ വില അറിഞ്ഞാലേ അതിനെ നിലനിർത്തേണ്ടതുപോലെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. എത്ര പേര് പറയും? അപ്പൊ ഒന്ന്, ദൈവം നമുക്ക് ചിലത് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയത് എന്താണെന്ന് ഇന്ന് പകൽ പഠിക്കണം. എന്നിട്ട് അതിനെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം എന്നുള്ള ചിന്തയാണ് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. ആ തടിവരയിടേണ്ട ഒരു വാക്കുണ്ട്, ഞാൻ വരുവോളം. ഒരാമൻ ചേർന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, അല്ലെ നീ മുറുകെ പിടിക്കേണ്ടത് ഇന്നത്തേന് മാത്രമല്ല. പറഞ്ഞ മനസ്സിലായോ? ഇനി മനസ്സിലാകുന്ന ഭാഷ ഞാൻ ഒന്നുകൂടെ കയറി പറയാം. ഉപവാസ പ്രാർത്ഥനകൾ വരുമ്പോൾ മാത്രമല്ല നിനക്കുള്ളത് മുറുകെ പിടിക്കേണ്ടത്. ഞായറാഴ്ച ദിവസം പള്ളി പോകുമ്പോ മാത്രമല്ല നിനക്കുള്ളത് മുറുകെ പിടിക്കേണ്ടത്. ഇപ്പൊ ചെറുതായിട്ടൊക്കെ പ്രകാശിച്ചു വരുന്നുണ്ട്. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 4 പേര് കൂടുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിനക്കുള്ളത് മുറുകെ പിടിക്കേണ്ടത്. രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളായാലും അവിടെയെല്ലാം ദൈവം നമുക്ക് കൈമാറിയതിനെ നമ്മൾ വിട്ടുകൊടുക്കാതെ മുറുകെ പിടിക്കണം. എത്ര പേര് ആ ദൂതിനൊരാമൻ പറയും? സ്തോത്രം. പട്ടിണി കിടന്നാലും മുറുകെ പിടിക്കണം. പട്ടിണി കിടക്കത്തില്ല, എന്നാലും ഞാൻ അങ്ങ് പറയുക, പട്ടിണി കിടന്നാലും മുറുകെ പിടിക്കണം. പ്രതികൂലങ്ങൾ വന്നാലും മുറുകെ പിടിക്കണം. ഒറ്റപ്പെടലുകൾ വന്നാലും മുറുകെ പിടിക്കണം. തള്ളിക്കളഞ്ഞാലും മുറുകെ പിടിക്കണം. സാഹചര്യങ്ങളെല്ലാം എതിരായാലും ദൈവം നിന്നോട് കൈമാറിയതിനെ നീ നിലനിർത്തേണ്ടതിനെ നീ മുറുകെ പിടിച്ചോണം. ഏത് സാഹചര്യങ്ങളിലും നീ വിട്ടുകളയരുത്.
സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ എന്താണ് ദൈവം നമുക്ക് നൽകി തന്നത്? നിങ്ങൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ ഗൗരവമായിട്ട് പരിശുദ്ധാത്മാവ് പറയും അല്ലേ? വളരെ ഗൗരവമായിട്ട്. ആണോ? അല്ലേ? എങ്കിലും നിങ്ങൾക്കുള്ളത് കേട്ടോ. എങ്കിലും എന്ന് പറയാൻ കാര്യം അതിന്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം അങ്ങോട്ട് അതെടുത്തു കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച ദൂതിൽ നിന്ന് ചെറിയ ചേഞ്ചസ്. എങ്കിലും അതിന്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും പറയുക, പരിശുദ്ധാത്മാവ് വളരെ ഗൗരവമായിട്ട് പറയുക, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ നിങ്ങൾ പിടിച്ചുകൊള്ളണം. പിടിച്ചുകൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് പറയണമെങ്കിൽ അതിനർത്ഥം തന്നെ പിടിച്ചുകൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഗൗരവമായി പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പിടിവിടാൻ. പിടിച്ചുകൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് ഗൗരവമായി പറയാൻ കാര്യം പിടിവിടാൻ സാധ്യത. കുപ്പി ഗ്ലാസ് വെച്ച ഒരു ട്രേക്കകത്ത് കുപ്പി ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഒരാളുടെ കൈ കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുപോകണം. അതിന്റെ അർത്ഥം എന്നാ? സ്തോത്രം, സ്തോത്രം. അത് എന്തെങ്കിലും കയ്യിലൊരു അബദ്ധം പറ്റിയാൽ ആ ഗ്ലാസ് മുഴുവനും നശിക്കും. പിന്നെ ആ ഗ്ലാസിനെ പഴയതുപോലെ ആക്കാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? യേശുവിന്റെ നാമത്തിൽ ജയം എന്ന് പറഞ്ഞാൽ ദൈവം മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിടിയെ വിട്ടുകളയാൻ ശ്രമിക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ആ പിടി നമ്മൾ വിട്ടുകളയത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മക്കറിയത്തില്ലെങ്കിലും ദൈവാത്മാവിന് അതറിയാം. നമ്മക്കറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവിന് അതറിയാം. അതുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞു, പിടിവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ എന്റെ വരവോളം അതിനെ നിലനിർത്തണം. ചേർന്നൊരാമേ പറഞ്ഞാൽ നാളെ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മുൻപിൽ ഇത് പിടിവിടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനോവികാരങ്ങളിൽ ഇത് പിടിവിടാൻ സാധ്യതയുണ്ട്. ജഡത്തിന്റെ മോഹങ്ങളിൽ ഇത് പിടിവിടാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ ഇത് പിടിവിടാൻ സാധ്യതയുണ്ട്. പെരുമാറ്റത്തിൽ ഇത് പിടിവിടാൻ സാധ്യതയുണ്ട്. ജീസസ്. ജീവിത ശൈലികളിൽ ഇത് പിടിവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മാവ് ഗൗരവമായി പറയുന്നു, ഞാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ നീ നഷ്ടപ്പെടുത്താതെ മുറുകെ പിടിക്കണം. സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്? എന്താണ് തന്റെ വരവോളം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? എന്തിനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത്? ആ ദൂതിലേക്ക് വേഗത്തിൽ വരാം. ഹല്ലേലൂയ. വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അതാണ് പ്രാരംഭമായ മറുപടി. എന്താണ് നമ്മൾ കർത്താവിന്റെ വരവോളം ജീവിതത്തിൽ നിലനിർത്തേണ്ട, മുറുകെ പിടിക്കേണ്ടത് എന്താണ്? എബ്രായർ 3:6 സാക്ഷ്യം പറയുന്നു.
പ്രത്യാശയുടെ ധൈര്യം, പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിക്കണം. മതി. അവിടെ പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ വരവോളം മുറുകെ പിടിക്കണം എന്നാവശ്യപ്പെടുന്ന ഒന്നാമത്തെ ദൂത് എന്താണെന്നറിയാമോ? പ്രത്യാശയുടെ ധൈര്യം. രാമേ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവോളം നിങ്ങൾ പ്രത്യാശയുടെ ധൈര്യത്തെ മുറുകെ പിടിക്കണം. ഒരാമേ എത്ര പേര് പറയും? ഹൃദയംഗമായി ഒന്ന് പറഞ്ഞേ, കർത്താവിന്റെ വരവോളം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്റെ പ്രാണൻ നഷ്ടപ്പെടുവോളം ഞാൻ പ്രത്യാശയുടെ ധൈര്യത്തെ നഷ്ടപ്പെടുത്തി കളയത്തില്ല എന്ന് ഹൃദയത്തിൽ കരം വെച്ചത്ര പേർക്ക് പറയാൻ പറ്റും? ആമേൻ, ആമേൻ, ആമേൻ. ശക്തമായ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ അധികാരത്തോടെ വിളിച്ചു പറയുന്നു, പ്രത്യാശയുടെ ധൈര്യത്തെ കർത്താവിന്റെ വരവോളം നിങ്ങൾ മുറുകെ പിടിച്ചാൽ, കർത്താവിന്റെ വരവോളം നിങ്ങൾ മുറുകെ പിടിച്ചാൽ, കർത്താവിന്റെ വരവോളം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഭവനമാകും. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? നിങ്ങൾ ഭവനമാകും. ആരുടെ ഭവനം? ദൈവം വസിക്കുന്ന ഭവനം, ആത്മാവ് വസിക്കുന്ന ഭവനം, സ്വർഗം വസിക്കുന്ന ഭവനം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഹല്ലേലൂയ, സ്വർഗരാജ്യം ഇവിടെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചത് ഹല്ലേലൂയ വായിച്ചിട്ടുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കുന്നവൻ ദൈവത്തിന്റെ ഭവനമാകുമെങ്കിൽ ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് സ്വർഗമുണ്ട്, ആ ഭവനത്തിന്റെ അകത്ത് കർത്താവുണ്ട്, ആ ഭവനത്തിന്റെ അകത്ത് ആത്മാവുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശയുടെ ധൈര്യം, അതിനെ മുറുകെ പിടിച്ച നിങ്ങൾ ഭവനമാകും. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പ്രത്യാശയുടെ ധൈര്യത്തെ നഷ്ടപ്പെടുത്തരുത്. ഏതാ ഈ പ്രത്യാശ? ഈ പ്രത്യാശ ഏതാ? ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വായിപ്പിക്കുന്നു. ഒന്ന് വായിച്ചേ. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഏതാണ് ഈ പ്രത്യാശ? പോസ്റ്റില്ലാത്ത ദൈവം സകല കാലത്തിനും മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ മതി. രാമൻ എത്ര പേര് പറയും? എബ്രായർ 3:6 നമ്മൾ വായിച്ചു, പ്രത്യാശയുടെ ധൈര്യം ഹല്ലേലൂയ കർത്താവിന്റെ വരവോളം നിങ്ങൾ മുറുകെ പിടിക്കണം. എന്ന് വെച്ചാൽ നിന്റെ അകത്ത് ദൈവം പകർന്ന് തന്നിരിക്കുന്ന പ്രത്യാശയെ കർത്താവിന്റെ വരവിന് മുൻപേ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പലവിധ വിഷയങ്ങൾ വരുവാനുണ്ട്. അത് ദൈവാത്മാവിന് മുന്നമേ അറിയാവുന്നത് കൊണ്ട് ശക്തമായ അപ്പോസ്തലനിലൂടെ ദൂത് പറഞ്ഞു, പ്രത്യാശയുടെ ധൈര്യത്തെ നിങ്ങൾ അവിടുത്തെ വരവോളം മുറുകെ പിടിക്കണം.
അതേ പൗലോസ് തന്നെ വെളിപ്പെടുത്തുന്നു. ഏതാണ് ആ പ്രത്യാശ? ഏതാണ് ആ പ്രത്യാശ? അത് വേറൊന്നുമല്ല, ദൈവം തന്ന നിത്യജീവൻ. എത്ര പേര് സകല കാലത്തിനു മുൻപേ, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അനാദികാലത്തിനു മുമ്പ് വരെ ദൈവം വാഗ്ദത്തം ചെയ്ത നിത്യജീവനെന്ന പ്രത്യാശ, അതിന്റെ ധൈര്യത്തെ നഷ്ടപ്പെടുത്തി കളയത്തക്കവണ്ണം ഉടലെടുക്കും. എന്നാൽ അതിന്റെ നടുവിൽ നിന്റെ പിടിവിടുന്നത് നിത്യജീവനെ നഷ്ടപ്പെടുത്തി കഴിയുന്ന സാഹചര്യം അവിടെ നഷ്ടപ്പെടുത്തി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? പിശാചിന്റെ പോരാട്ടം നിന്റെ സാമ്പത്തികതയോടല്ല, പിശാചിന്റെ പോരാട്ടം നിന്റെ ആരോഗ്യത്തോടല്ല, പിശാചിന്റെ പോരാട്ടം നിന്റെ തലമുറകളോടല്ല. നിന്നെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് പോരാടണമെന്ന് പിശാചിന് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെങ്കിൽ അവന്റെ നോട്ടം നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്ന് എന്നെയും നിന്നെയും തൂക്കുമാറ്റാണ് അവന്റെ നോട്ടം. അത് മറക്കരുത്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാണ്. നിത്യജീവന്റെ പ്രത്യാശയിൽ ഏത് സാഹചര്യം വന്നാലും നിലനിൽക്കുന്നതിനെ നോക്കിയിട്ട് അവന്റെ മാനസികമാകുന്ന അനുഭവങ്ങളെ, ശാരീരികമാകുന്ന അനുഭവങ്ങളെ, സാമ്പത്തികമാകുന്ന അനുഭവങ്ങളെ, ആത്മീയമാകുന്ന അനുഭവങ്ങളോട് പോരാടുന്നവരെ ഇന്ന് തിരിച്ചറിയണം. നിത്യജീവൻ ആഗ്രഹമുള്ളവർ, നിയോഗമുള്ളവർ ഇന്ന് അഭിഷേകത്തിന് കയറിക്കണം. ഇന്ന് അഭിഷേകത്തിന് കയറിക്കണം. പിള്ളേരുടെ ഭാര്യയുടെ കെട്ടുപോട്ടെ, സാമ്പത്തികത്തിന്റെ ബന്ധനം വഴിയാൻ, ജോലി ഉണ്ടാകാൻ, വീട് വെക്കാൻ, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാടിന്നുകൊണ്ട് പറയുന്നു, പിശാചിന്റെ ലക്ഷ്യം ഈ ഭൂമിയിലുള്ളതല്ല, നീ പ്രത്യാശ വെച്ചിരിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശ നിന്റെ അകത്തു എടുത്തുകളയത്തക്കവണ്ണം ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് നീ ഫേസ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അവരൊരു കരവിയെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല വെല്ലുവിളി അഴിയട്ടെ. ഇന്ന് പകല പൈശാചിക തന്ത്രം അഴിയട്ടെ. അതിന്റെ നിത്യജീവന്റെ പ്രത്യാശയുടെ ധൈര്യത്തെ ഇല്ലാതാക്കാൻ, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ ഇന്ന് വകൽ വിജയം കരസ്ഥമാക്കി ആ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപയുടെ കൈമാറ്റം ഈ വചനത്തിലൂടെ അത് സ്വീകരിക്കാൻ മനസ്സുള്ളവരുടെ
രണ്ട് കൈയടിച്ചതുകൊണ്ട്, രണ്ട് അന്യഭാഷ പറഞ്ഞതുകൊണ്ട് ഈ ആഴമേറിയ വിഷയത്തിന്റെ അകത്ത് ജയമെടുക്കാൻ പറ്റത്തില്ല. യോഗമുള്ളവർ വിട്ടുകൊടുത്ത് പ്രാപിക്കേണ്ടത് ആത്മാവിൽ പ്രാപിച്ചോണം. ഞാൻ പറയുന്നത് ഈ ഭൂമിയിലുള്ളതല്ല, കർത്താവിന്റെ വരവ് വരെ നീ നിലനിർത്തേണ്ടതും നീ മുറുകെ പിടിക്കേണ്ടതിനെ കുറിച്ചാണ് ഇന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. പ്രത്യാശയുടെ ധൈര്യം. ഏതാ പ്രത്യാശ? നിത്യജീവൻ. ചിന്താകുഴപ്പത്തിലാകരുതേ. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ സ്ഥാപിതമായതല്ല നിത്യജീവൻ. ഹല്ലേലൂയ, സ്തോത്ര. യുഗങ്ങൾ പുറകിൽ സ്ഥാപിതമായതല്ല നിത്യജീവൻ. വചനം പറയുന്നു, വാഗ്ദത്തം ചെയ്തതുപോലെ കാലങ്ങൾക്ക് മുമ്പ്. കണ്ടോ? കാലങ്ങൾക്ക് യുഗങ്ങൾക്കൊക്കെ മുമ്പ് ദൈവം പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ മുൻനിർണയിച്ചു വച്ചതുപോലെ വാഗ്ദത്തം ചെയ്ത നിത്യജീവനെന്ന പ്രത്യാശ. ഒരാമൻ എത്ര പേരുടെ കൂടെ കെട്ടുപൊട്ടുന്ന ദൂതല്ലിത്, ആ വിചാര ബന്ധനം അടിക്കുന്ന ദൂതല്ലിത്. അതിന്റെ നിത്യജീവനിലേക്ക് നിന്നെ എത്തിക്കാതെ നിന്റെ നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ നോക്കുന്ന ഈ ശാരീരിക തന്ത്രത്തെ ജയിക്കുന്ന ദൂതനിത്. നിത്യജീവന്റെ പ്രത്യാശോ ദൈവാത്മാവ് ആഴമായി എന്നോടൊന്നും പറയുന്നു. ചിലരുടെ നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ ശ്രമിക്കുന്ന പൈശാചികത പ്രാർത്ഥിച്ച് നിയോഗമുള്ളവർ പ്രാർത്ഥിച്ച് നിന്റെ ചിന്തകളെ മാറ്റിവിടുന്ന, നിന്റെ കാഴ്ചകളെ മാറ്റിവിടുന്ന, നിന്റെ സംസാരത്തെ മാറ്റിവിടുന്ന, നിന്റെ പെരുമാറ്റത്തെ മാറ്റിവിടുന്ന, നിന്റെ വിചാരമെന്താ ജീവന്റെ പ്രത്യാശയ്ക്ക് സംസാരിപ്പിക്കുന്നത് ആദ്യം ഉയരത്തിലുള്ളത് നിലനിർത്തുക, എന്നിട്ട് ഭൂമിയിലുള്ളത് നിലനിർത്താം. ഇതെല്ലാം അഴിഞ്ഞു പോകുമെന്ന വചനം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പോയിരിക്കും. അതുകൊണ്ട് ഭൂമിയിലുള്ളത് നിലനിർത്താൻ ശ്രമിക്കുന്ന നിന്റെ കാര്യപരിപാടികൾ അവസാനിപ്പിച്ചിട്ട് ഉയരത്തിലുള്ളത് നീ ആദ്യം നിലനിർത്തും. നിന്റെ നോട്ടം മാറുന്നത് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ ചിന്ത മാറുന്നത് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രവർത്തികൾ മാറുന്നത് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഉടിയമന ഹംദര, നിന്റെ ജീവിത ശൈലി മാറുന്നത് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ വിചാരം എന്നെ ആരും ഒന്നും കാണുന്നില്ലെന്നാണോ? ആരും ഒന്നും അറിയുന്നില്ലെന്നാണോ? ഹല്ലേലൂയ, രഹസ്യമാണെന്നാണോ നിന്റെ വിചാരം? ദൈവത്തിന്റെ ആത്മാവ് ഇന്നവക ശക്തമായി വെളിപ്പെടുത്തുക. നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന പിശാചിന്റെ തന്ത്രത്തെ മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ തമ്പുരാന്റെ വരവിൽ നീ കൈവിട്ടു. പിടിവിട്ട് കിടക്കുന്നതൊക്കെ ഇന്ന് പിടുത്തത്തിലേക്ക് വന്നോണം. ശക്തമായി ഗൗരവമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ദൈവഹിതമില്ലാത്തത് നീ കാണരുത്, ദൈവഹിതമില്ലാത്തത് നീ കേൾക്കരുത്, ദൈവഹിതമില്ലാത്തത് നീ പറയരുത്, ദൈവഹിതമില്ലാത്തത് നീ ചിന്തിക്കരുത്.
ദൈവഹിതമില്ലാത്തത് നീ പ്രവർത്തിക്കരുത്. അതിന്റെ ദോഷം നിത്യജീവന്റെ പ്രത്യാശയ്ക്കാണ്. അകത്തകത്തകത്ത് എത്ര പേർക്ക് പറയുന്ന പോലെ അല്ലെങ്കിൽ പത്രോസ് പ്രസംഗിച്ചപ്പോ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കുത്തുകൊണ്ടെന്ന് പറഞ്ഞ പോലെ എത്ര പേർക്ക് കുത്തുകൊള്ളുന്നുണ്ട്? എത്ര പേർക്ക് കുത്തുകൊള്ളുന്നുണ്ട്? ആർക്ക് കുത്തുകൊള്ളുമെന്നറിയാമോ? നിത്യത കൈവിട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുത്തുകൊള്ളും. കുത്തുകൊള്ളും. നിത്യത കൈവിട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുത്തുകൊള്ളും. അവര് മാനസാന്തരപ്പെടും. അവര് ക്രമീകരിക്കേണ്ട ഭാഗം ക്രമീകരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്നു. നിത്യജീവന്റെ പ്രത്യാശയുടെ ധൈര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയാ, എന്റെ വരവോളം നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചോളും. എന്റെ വരവോളം നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചോണം. ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചപ്പോ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു. മോനെ, സാഹചര്യങ്ങൾ പിശാചു കൊണ്ടിടുന്നത് അവരങ്ങ് വലുതാകുമെന്നുള്ള ചിന്താഗതി അല്ല പിശാചിന്. അവര് നന്നാകുമെന്നുള്ള ചിന്താഗതി അല്ല പിശാചിന്. പലവിധ സാഹചര്യ സമ്മർദ്ദങ്ങളിലൂടെ അവൻ കടത്തിവിടുന്നത് ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരണം. ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരണം. ഇന്ന് വരെ ആത്മാവിലൊന്ന് തിരിച്ചറിയും. നിന്റെ നിത്യജീവനിലേക്കുള്ള നോട്ടത്തിനെ മാറ്റാൻ ശ്രമിക്കുന്ന, നിത്യജീവിതത്തിലേക്കുള്ള നോട്ടത്തിനെ മാറ്റാൻ ശ്രമിക്കുന്ന പൈശാചിക തന്ത്രത്തിനെ ഇന്ന് വരെ കണ്ടു നീ ആത്മാവിൽ ചെയ്യാൻ. പ്രാർത്ഥിക്കണം. പൗലോസും പത്രോസും ഒക്കെ നിന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അല്ലെങ്കിൽ വാള് വന്നാലും എന്തെല്ലാം ദോഷമുണ്ടായാലും പ്രാണം പോയാലും അവരൊക്കെ നിന്ന എന്തെന്നറിയാമോ? നിത്യജീവനിൽ നിന്നുള്ള നോട്ടം മാറ്റിയില്ല. നിത്യജീവനിൽ നോട്ടം മാറ്റിയില്ല. എന്നോട് ദൈവാത്മാവ് ഇടപെട്ട നിത്യജീവനിൽ നിന്നുള്ള നോട്ടത്തെ മാറ്റത്തക്കവണ്ണം വിശ്വസിക്കുന്ന സാഹചര്യങ്ങളിൽ അതിജീവിക്കുന്ന ഒരു അഭിഷേകം ഈ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഫലിച്ചിരിക്കുന്നു. ഓ റബ്ബന ഹദന ആ അഭിഷേകം ചലിക്കട്ടെ. ആ അഭിഷേകം ചലിക്കട്ടെ. ആ ദൈവകൃപ ചലിക്കട്ടെ. അപ്പോസ്തലന്മാരെ നടത്തിയ ദൈവകൃപ, അപ്പോസ്തലന്മാരെ നടത്തിയ ദൈവകൃപ നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് വരുന്നത് ആ അഭിഷേകം ഒഴുകി. സ്തോത്രം. പ്രത്യാശയുടെ ധൈര്യം. ഏതാ പ്രത്യാശ? നിത്യജീവൻ. ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുക, നിത്യജീവനിലേക്കുള്ള നിന്റെ ചിന്തയും നിന്റെ നോട്ടവും നിന്റെ ആഗ്രഹത്തെയും മാറ്റുന്ന പരിപാടി പിശാച് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ തുള്ളി, ഇവിടെ ചാടി, ഇവിടെ മറിഞ്ഞ്, ഇവിടെ എല്ലാം ചെയ്തു. കാഹളധ്വനി കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കാഹളധ്വനി കേട്ടില്ല എന്ത് ചെയ്യും? അവിടുത്തെ വരവോളം മുറുകെ പിടിക്കുകയും എന്നാ പറഞ്ഞു. ഇന്ന് പകൽ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഈ പറയുന്നത് ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല. ഞാൻ പറയുന്നത് ഈ ഭൂമിയിലെ കാലതാമസം കഴിഞ്ഞിട്ട് നമ്മൾ എത്തപ്പെടേണ്ട ഇടത്തെ കുറിച്ച് ഞാൻ പറയുന്നത്.
യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. ഈ വിഷയം എന്റെ ധ്യാനത്തിന്റെ അകത്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാ, നിത്യജീവന്റെ പ്രത്യാശയിലേക്കുള്ള നോട്ടം പിശാച് പലരുടെ മാറ്റുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ട് നോട്ടം ഇട്ടിരിക്കുക? ഭൗതികത്തിലേക്ക് നോട്ടം ഇട്ടിരിക്കുക, ഈ ലോകത്തിലുള്ളതിലേക്ക് നോട്ടം ഇട്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പറയുന്നു, ദൈവകരം വീഴും. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആർക്കും നിത്യജീവനെ കുറിച്ച് കേൾക്കണ്ടല്ലോ. നിത്യജീവനെ കുറിച്ച് ഇന്ന് ആർക്ക് കേൾക്കണോ? നിത്യജീവനെ കുറിച്ച് ഇന്ന് ആർക്കും കേൾക്കണ്ട. വല്ല പ്രവചനം പറ, പല പ്രോസ്പെറിറ്റിയും പറ, അതൊക്കെ കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒറ്റ ഒരെണ്ണം ഇങ്ങോട്ട് കയറിയേക്കുന്നു, ഒറ്റ ഒരെണ്ണം ഇതിനകത്തും കയറിയേക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. എടാ, ഉയരത്തിലുള്ളതിനെ സൂക്ഷിക്കാതെ ഈ ഭൂമിയിലുള്ളതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നാ പ്രയോജനം? എന്നാ പ്രയോജനം? ഉയരത്തിലുള്ളതിനെ നിലനിർത്താതെ ദൈവസന്നിധി നമ്മൾക്ക് ദൈവം നാളെ ഒരുക്കിയ പ്രത്യാശാകരമായ അനുഭവങ്ങളെ നിലനിർത്താതെ, പൗലോസ് മരിച്ചതിന് ശേഷമല്ല എഴുതിയത്, ജീവിച്ചിരുന്നപ്പോഴാണ് എഴുതിയത്. ഞാൻ നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. അതെനിക്കായിട്ട് മാത്രമല്ല, കർത്താവിന്റെ വരവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. ആ മനുഷ്യൻ അത് പറഞ്ഞത് പെട്ടി കയറിയിട്ട് പറഞ്ഞില്ല, ജീവിച്ചിപ്പോൾ നിനക്ക് പറയാൻ കഴിയുമോ? തന്റെ പറയാൻ കഴിയുമോ? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഉയരത്തിലുള്ളതിനെ നിലനിർത്താതെ ഭൂമിയിലുള്ളതിന് വേണ്ടി പരിശ്രമിക്കുന്നത്. ഇന്ന് അതിനെ ജയിക്ക്. നിന്റെ തലമുറത്തിനെതിരായിരിക്കുക, കുടുംബ സാഹചര്യത്തിനെതിരായിരിക്കുക, നിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കാം, സാരമില്ലെന്ന് നിത്യജീവന് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവം വെളിപ്പെടുത്തിയ കാര്യം പറയും. രണ്ടടി കുറയുന്നല്ലേ ഉള്ളൂ, കയ്യടിയെ 2 സ്വോത്രം കുറയുന്നല്ലേ ഉള്ളൂ, സാരമില്ല. അതുകൂടെ ചേർത്ത് സ്വർഗത്തിൽ ദൂതന്മാര് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഈ ദൂത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഈ ദൂത് സ്വർഗത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് മതിയെന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിത്യജീവന്റെ പ്രത്യാശയുടെ ധൈര്യത്തെ ഇല്ലാതാക്കുന്ന പൈശാചിക ശ്രമങ്ങളെ ജയിക്കുന്ന ഒരു ദൈവകൃപ സഭയെ ഏറ്റെടുക്കണം. ഇല്ലേ, കോട്ടയംകാരുടെ ഭാഷ പറഞ്ഞാൽ 8ന്റെ പണി നിനക്ക് പുറകെ വരുന്നുണ്ട്. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചു പറയുമ്പോൾ, ലോക സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷതയെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ, കാലമുണ്ടോ? പാട്ടുകാരൻ പാടിയതുപോലെ, കാലമെല്ലാം കഴിയും, ഇന്നു കാണാതെല്ലാം വഴിയോ, കാലമെല്ലാം കഴിയും, ഇന്നു കാണാതെല്ലാം വഴിയോ, പിന്നെ പുതുയുഗം പിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ പറയും. പിന്നെ പുതുയുഗം പിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ പറയും.
കേട്ടോ, കാലമെല്ലാം കഴിയാറായി, കാണുന്നതെല്ലാം മാറിപ്പോകാറായി. തിരികെ വരാതെ നിത്യജീവനിലേക്ക് കയറേണ്ട കാര്യങ്ങൾ ഇപ്പോ മുതൽ തുടങ്ങിക്കോ. അതിന് എന്റെ വരവോട് ഞാൻ നിങ്ങൾക്ക് കൈമാറിയ നിത്യജീവനെ അതിനെ അതിനെ നഷ്ടപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ പ്രത്യാശയകത്ത് ജ്വലിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അകത്ത് പ്രത്യാശ ഭീകരൻ പോലെ ഏറിയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിത്യജീവന്റെ പ്രത്യാശയെ കാണപ്പെടുത്തുന്ന പൈശാചിക തന്ത്രങ്ങൾ, ജനത്തിന്റെ മോഹങ്ങൾ, നിന്റെ സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവഹിതമില്ലാത്തത് നീ കാണരുത്, ദൈവഹിതമില്ലാത്തത് നീ കേൾക്കരുത്. നിത്യജീവന്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുന്ന ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. നിത്യജീവന്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തി കളയുന്നവരുമായിട്ട് നീ സംഘടിക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ ഇരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, ദൈവമക്കൾ പോകേണ്ട ഇടങ്ങളുണ്ട്. കാണുന്നിടത്തെല്ലാം പോകാനും കാണുന്നിടത്തെല്ലാം പോയിരിക്കാനും ഉള്ള ആളല്ല. നിത്യജീവനെ കളങ്കപ്പെടുത്തുന്ന, നിത്യജീവന്റെ പ്രത്യാശ ഇല്ലാതാക്കുന്ന, നിത്യജീവനിൽ നിന്ന് നിന്റെ കണ്ണിനെ മാറ്റുന്ന ഒരു കാര്യത്തിനും നീ ഏർപ്പെടരുതെന്ന് ദൈവാത്മാവ് കർശനമായി ദൂത് പറയുന്നു. മാനസാന്തരപ്പെട, തിരുത്തപ്പെട. ഇനിയെങ്കിലും ഒരു രൂപാന്തരം വരും. കാരണം എന്റെയും നിന്റെയും പ്രത്യാശ നിത്യജീവനിലാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് ശക്തമായി പല കാര്യങ്ങളും എന്നെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആഴമായി ഇത് വിളിച്ചു പറയുന്നത്. നിന്റെ ഉഡായിപ്പ് പരിപാടികളെല്ലാം നിർത്തിക്കോ, നിന്റെ ഉഡായിപ്പ് ജീവിത രീതി എല്ലാം നിർത്തിക്കോ. നിന്റെ രഹസ്യഭാവങ്ങളെല്ലാം നിർത്തിക്കോ. നിന്റെ ഹിതമില്ലാത്ത വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, വാക്കുകൾ, പ്രവർത്തികൾ നിർത്തിക്കോ. നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. ഒരു ഗ്രൂപ്പ് വന്നു. അവസാനം യേശുക്രിസ്തുവിന്റെ ഉപദേശം കേട്ടപ്പോ അവരെല്ലാം പറഞ്ഞു, ഇത് ഭയങ്കര കടുകട്ടി ഉപദേശമാണ്, ഇതിനകത്ത് നിൽക്കാൻ നടക്കത്തില്ല. ശിഷ്യന്മാരാകണമെങ്കിൽ കർത്താവ് കുറെ ഉപദേശം പറഞ്ഞപ്പോ ഇത് കടുകട്ടി. അത്ര വിജയപ്പാസിന്റെ അടുത്ത് പോകണ്ട, പോയാൽ ശരിയാത്തില്ല, പുള്ളി കടുകട്ടി ഇതേ പറയത്തുള്ളൂ. സ്തോത്രം ചെയ്യുക. ഇവിടെ വരുന്നവരോട് ഞാൻ 4 ദൂത് പറയട്ടെ. കാറ് വരുന്നുണ്ട്, വീട് വരുന്നുണ്ട്. വചനത്തിൽ പറയുന്ന പോലെ നീ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്ത് പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും. ഇവൻ പുറത്ത് എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാം. എങ്ങനെ പറയും? സ്തോത്രം. അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആര് വരും? ആര് വരും? ആള് വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആര് വരും? ആള് വരും. യേശുവിന്റെ നാമത്തിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
3 അമ്മച്ചിമാരെയും കൊണ്ട് തുടങ്ങിയ മീറ്റിംഗ്. 3 അമ്മച്ചിമാരെയും കൊണ്ട് തുടങ്ങിയ പ്രാർത്ഥന. അവിടെ നിന്ന് ഇത്രയും ദൈവം കൊണ്ടുവന്നു. ഈ റൂമിലൊന്നും മീറ്റിംഗിലായി വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒരിക്കൽ ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. അന്ന് മിനിയാൻറ്റിയുമായിട്ടൊന്നും എനിക്ക് കണക്ഷൻ ഇല്ല. എന്നെ ദൈവം ഒരു വെളിപ്പാട് കാണിച്ചു. യൂട്യൂബിൽ എന്റെ പ്രസംഗം വരുന്നൊരു വെളിപ്പാട് ഞാൻ കാണിച്ചു. ദൈവാത്മാവിനെ കാണിച്ചു. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഈട്ടാവട്ടത്ത് യൂട്യൂബ് വേറെ പണിയൊന്നും. സൂം ലൈവ് വരുമെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞതാ. ലൈവ് വരും. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ആളെ കൂട്ടുന്ന പരിപാടിയല്ലിത്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ 30 പന്നിയെ കൊണ്ടും അങ്ങോട്ട് ചെല്ലുന്നതിന് നല്ലതാണ് നല്ല 5 കുഞ്ഞാടിനെ കൊണ്ട്. മനസ്സിലായില്ല? അത്രയും മനസ്സിലാക്കിയാൽ 30 പന്നിയെ കൊണ്ട് അങ്ങോട്ട് പോകുന്നതിൽ നല്ലതാണ് 5 കുഞ്ഞാടിനെ കൊണ്ട് പോകുന്ന നല്ല. സ്തോത്രം ചെയ്യുന്നു. കടികട്ടിയുള്ള ദേശം. അതുകൊണ്ട് ഈ തസ്തിയിൽ വരാൻ പറ്റത്തില്ല. എല്ലാരും പോയി. ശേഷിച്ചവരോട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളെങ്കിലും നിൽക്കണേ എന്നല്ല പറഞ്ഞ്, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. അവരെന്നാ പോകാൻ? യോഹന്നാൻ 3:36 ഒന്ന് വായിച്ചു. യോഹന്നാൻ 3:36. യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് മതി നിത്യജീവനുണ്ട്. ഒരാമേ പറഞ്ഞു. അപ്പൊ പ്രത്യാശയുടെ ധൈര്യം നിത്യജീവൻ. ഇത് നിങ്ങൾ അവിടുത്തെ വരവോളം മുറുകെ പിടിക്കണം. ഈ നിത്യജീവൻ എങ്ങനെ കിട്ടും? പുത്രനിൽ വിശ്വസിക്കുന്നവന്. ഒരാമേ പറ. അപ്പൊ നമുക്ക് എന്തോ ഉണ്ട്? നിത്യജീവനുണ്ട്. അത് കളയരുതെന്നാണ് ദൈവാത്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിടിവിടരുതെന്ന പരിശുദ്ധാത്മാ പറയുന്നത്. പുത്രനിൽ ആര് വിശ്വസിക്കുന്നു അവനിൽ നിത്യജീവൻ ഉണ്ട്. ഞാൻ ഇന്ന് ആത്മനിയോഗത്തോടെ പറയാ, നിത്യമായ, ഇത് ലൈവ് ആണല്ലോ, ഇത് യൂട്യൂബിലും വരും. ഹല്ലേലൂയ, സ്തോത്രം. കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കും. എന്നോടും പറഞ്ഞായിരുന്നു, പാസേ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓഫ് ചെയ്തോളാം. സാരയില്ല, ഹല്ലേലൂയ, കേൾക്കേണ്ടവനല്ല കേട്ടോട്ടെ. ഞാൻ ആത്മനിയോഗത്തോടെ പറയാ, നിത്യമായ ഒരു ജീവിതം നിനക്കുണ്ടാവണമെങ്കിൽ നീ യേശുവിനെ വിശ്വസിക്കണം. നിത്യമായ ഒരു ജീവൻ നിനക്കുണ്ടാവണമെങ്കിൽ നീ ആരെ വിശ്വസിക്കണം? കാണുന്നതിനെല്ലാം വിശ്വസിച്ചിട്ട് കാര്യമില്ല. നിത്യമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. അപ്പോ ബാക്കി ശേഷിച്ച ഗ്രൂപ്പിനോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. 3:36 നമ്മൾ വായിച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ പത്രോസ് പറയുന്നൊരു മറുപടിയുണ്ട്. നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരാമൻ പറഞ്ഞു. ആ ഗ്രൂപ്പ് യേശുക്രിസ്തുവിനെ വിട്ടു പോകാഞ്ഞതിന്റെ പ്രധാന കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടും എന്നോർത്തിട്ടല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടുമെന്നോർത്തിട്ടല്ല. അവർ യേശുവിനെ വിട്ടുപോകാഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എത്ര പേര് രാമയം പറയും? എത്ര പേര് രാമയം പറയും? അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് ഭാരവേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് ഭാരനെ, നിന്നെ വിട്ട് ആടിയങ്ങ് എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ട്
അടിയങ്ങൾ എന്നു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ല ഇല്ല ഭൂമി ആശ്രയിപ്പാനാരുമേ, നീയല്ല ഇല്ല ഭൂമി ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, പുത്രനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട്. വെളിപ്പാട് 2:25 പറഞ്ഞതെന്താ? നിങ്ങൾക്കുള്ളത് ഞാൻ വരുമ്പോളും മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാര്യം, നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേര് തീരുമാനമെടുക്കും? എന്റെ നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്നത് ഒന്നും എന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ നിത്യജീവനെ ഇല്ലാതാക്കുന്നതിനുമായിട്ട് ഒന്നിലും ഞാൻ സമ്പർക്കത്തില്ല. ഞാൻ അവിടെ നിന്ന് തീരത്തില്ല. ഹല്ലേലൂയ. 23 വ്യവസ്ഥകൾ നിത്യജീവനെ നിലനിർത്താൻ 23 വ്യവസ്ഥകൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രസംഗിക്കാൻ ഇന്ന് നേരമില്ല, പിന്നീട് എപ്പോഴേലും പ്രസംഗിക്കാം. നിത്യജീവനെ നിലനിർത്താൻ 23 ഹല്ലേലൂയ 23 വ്യവസ്ഥിതികൾ. ഹല്ലേലൂയ 23 വ്യവസ്ഥിതികൾ. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ ഹല്ലേലൂയ സ്തോത്രം എഴുതി വെച്ചിട്ടുണ്ട്. 23 വ്യവസ്ഥിതികൾ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ തിരിച്ചറി. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഹല്ലേലൂയ വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ വിഷയം, നിത്യജീവനെ നിലനിർത്താനുള്ളത് നിങ്ങൾ മുറുകെ പിടിച്ചോണം. നിങ്ങൾ അതിനെ വിട്ട് എന്ത് ചെയ്യരുത്? കളയരുത്. രണ്ടാമത്തത് ഹല്ലേലൂയ സ്തോത്രം 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ ലേഖനം 5:21. ഹല്ലേലൂയ സ്തോത്രം. 1 തെസ്സലോനിക്കർ 5:21 വായിക്കുന്നത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. കേട്ടോ? അപ്പോ രണ്ടാമത്തെ കാര്യമാണ്, സകലവും ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. സകലവും ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. സ്തോത്രം ചെയ്യുക. കണ്ടോ? അപ്പോ ഒന്ന്, നിത്യജീവന്റെ പ്രത്യാശ മുറുകെ പിടിക്കണം. 2, നല്ലത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ചിലതൊക്കെ നല്ലത് മുറുകെ പിടിക്കത്തില്ല, ബാക്കിയെല്ലാം നല്ല പിടുത്തമാണ്. പക്ഷെ നല്ലത് മാത്രം എന്ത് ചെയ്യത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നല്ലതിനെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. നല്ലതിനെ വേണം മുറുകെ പിടിക്കാൻ. സകലവും നിങ്ങൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു ദൂത് പറയുമ്പോൾ, ഒരു പ്രവചനം പറയുമ്പോൾ, ഒരാലോചന പറയുമ്പോൾ, ഏതൊരു കാര്യത്തിനും ഏർപ്പെട്ടാലും
നിങ്ങൾ സകലതും എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. പ്രവചനം തുച്ഛീകരിക്കരുതെന്ന് അതിന്റെ മുകളിലോട്ട് പഠിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. പ്രവാചകന്മാരുമുണ്ട്, പ്രവചനവുമുണ്ട്. തീർന്നു പോയിട്ടില്ല. ഒരു കൃപാവരങ്ങളും തീർന്നു പോയിട്ടില്ല. അല്ലേ? ഉണ്ട്. പക്ഷേ ശോധന ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കും. ഒരാമേൻ എത്ര പേര് പറയും? ശോധന ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കർത്താവിന്റെ വരവോളം നമ്മൾ അടുത്ത ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിനകത്തും ഏർപ്പെടുക. വരവിങ്കൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വ്യക്തമായി ശോധന ചെയ്യണം. ഞാൻ ഈ ഒരു കാര്യത്തിന് ഏർപ്പെട്ടാൽ കർത്താവിന്റെ വരവിൽ എനിക്ക് എടുക്കപ്പെടുവാൻ കഴിയുമോ? ഈ ഒരു കാര്യത്തിൽ ഞാൻ ചേർന്ന് നിന്നാൽ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ എനിക്ക് കഴിയുമോ? ഈ ഒരു കാര്യവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോയാൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ എന്റെ സീറ്റ് എനിക്ക് നഷ്ടമാകുമോ എന്ന് സ്വയം ശോധന ചെയ്യണം. എല്ലാവരും പറയുന്നത് കേട്ട് അത് മാത്രം വിശ്വസിച്ച് കാൽച്ചുവട് വെക്കരുത്. സകലവും ശോധന ചെയ്യണം. ശോധന ചെയ്തിട്ട് അല്ലെങ്കിൽ നിന്നെ ആത്മീയമായി ഒരുക്കുന്നതിനെ, നല്ലതിനെ നീ മുറുകെ പിടിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നല്ലതിനെ നീ മുറുകെ പിടിക്കണം. നല്ലതിനെ നീ മുറുകെ പിടിക്കണം. നല്ലതിനെ നീ മുറുകെ പിടിക്കണം. അതുകൊണ്ട് രണ്ടാമത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മാത്രം. എന്നാൽ അതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ, അല്ലെ, നല്ലതല്ലാത്തതിൽ നിന്നുള്ള പിടി വിടണം. നല്ലതല്ലാത്തതിൽ നിന്നുള്ള പിടി വിടണം. നല്ലതിനെ എന്ത് ചെയ്യണം? മുറുകെ. നമ്മൾ നേരെ തിരിച്ച, നല്ലതിൽ നിന്നുള്ള പിടി എല്ലാം വിടും, നല്ലതല്ലാത്തതിനെ ഓടിച്ചെന്ന് പിടിക്കും. രക്തം ചെയ്യും. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ഇങ്ങനൊക്കെ പറഞ്ഞാൽ വലിയ സ്തോത്രമൊന്നും വരാത്തില്ല. എനിക്ക് നല്ല അറിവുണ്ട്, അത് വെച്ചോണ്ട് തന്നെ പറയുന്നത്. എന്തിനാ? ചിലതൊന്നും മുഖത്തോട്ട് പോലും നോക്കത്തില്ല, എനിക്കറിയാം. അതൊന്നും ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലതല്ലാത്തത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പിടിവിട്ടു. തമ്പുരാൻ നിന്നെ ചുരുട്ടും ദൈവം നിന്നെ. നല്ലതല്ലാത്തതിനെ വല്ലതും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പിടിവിട്ടു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹൃദയത്തിന്റെ അകത്ത് നല്ലതല്ലാത്തത് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ വിട്ടുകളയാൻ ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം ചെയ്യുക. എനിക്കറിയത്തില്ല, ഇന്ന് നൂറും മൊത്തം ഉപദേശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലതല്ലാത്തതിൽ നിന്നുള്ള പിടി വിടുക. നല്ലതല്ലാത്തതിനെ പിടിച്ചോണ്ടിരിക്കരുത്. ദൈവാത്മാവ് പറയുന്നത് ശോധന ചെയ്ത് നല്ലതിനെ പിടിക്കണമെന്നല്ല, മുറുകെ പിടിക്കണം. എങ്ങനെ പറഞ്ഞേ? പിടിക്കണമെന്നല്ല പറഞ്ഞേ, നല്ലതിനെ മുറുകെ പിടിക്കണം. നിന്നെ നല്ലത് ഉപദേശിച്ച് തരുന്നവരെ നീ മുറുകെ പിടിച്ചോണം. അതങ്ങനെ നല്ല ഉപദേശം തന്ന് നല്ല രീതിയിൽ നയിക്കുന്നവരെ എന്ത് ചെയ്യത്തില്ല? മുറുകെ പിടിക്കത്തില്ല. നിന്റെ ഓകട്ടിയിരിക്കുന്ന എല്ലാം തട്ടിക്കൊണ്ട് പോകുന്നവരെ നീ മുറുകെ പിടിച്ചോണ്ടിരിക്കുക. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയണമെങ്കിൽ ഒറ്റ കാലം വന്നാ മതി. ഇല്ലാത്തൊരു കാലം വരണം. അപ്പൊ മനസ്സിലാകും നല്ലതേതാ തീയതേതാ.
ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നല്ലതല്ലാത്തതിൽ നിന്നുള്ള പിടിവിട്ടോ, ഇല്ലെങ്കിൽ നല്ലത് നഷ്ടപ്പെടും. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തില്ല. സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ വരുന്നു. 1 കൊരിന്ത്യർ 4:5 മൂന്നാമത്തെ വിഷയം. 1 കൊരിന്ത്യർ 4:5 ഒന്ന് വായിച്ചേ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായി, അവനിൽ നിങ്ങൾ സകലത്തിനും വിശേഷ 1 കൊരിന്ത്യർ 4:5 വായിച്ചത്? 4:5 വായിച്ചേ. 1 കൊരിന്ത്യർ. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവിന്റെ വരവോളം വിധിക്കരുത്. മൂന്നാമത്തെ കാര്യ സ്തോത്രം. കർത്താവിന്റെ വരവോളം ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആരെയും വിധിക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പല കാര്യങ്ങളും. പക്ഷെ ആരെയും വിധിക്കാനുള്ള അനുവാദം ദൈവം തന്നിട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. ആരെയും അവർക്കിന്നത് വരണം, അവർക്കിന്നത് കിട്ടണം. ചിലർക്കൊക്കെ കിട്ടിക്കഴിയുമ്പോ കിട്ടി സ്തോത്രം. ഇന്നത് അവർക്ക് വരണം, ഇന്നത് അവർക്ക് സംഭവിക്കണം. അങ്ങനെ വിധിക്കാൻ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. എന്റെ വരവോളം നിങ്ങൾ ഒന്നിനെയും വിധിക്കരുത്. കാരണം വിധിക്കണമെങ്കിൽ കുറവില്ലാത്തവനായി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളെ വിധിക്കണമെങ്കിൽ വിധിക്കുന്നവൻ എന്ത് ചെയ്യണം? കുറവില്ലാത്തവനായിരിക്കണം. അവന് വിധിക്കാനുള്ള യോഗ്യത ഉണ്ടാവണം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ പറയാ, നീ പോകുന്ന വഴി ശരിയല്ല എന്ന് ഒരാളോട് പറയണമെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള വഴിയെ പോണമാദ്യം. ശ്രീനാരായണ ഗുരുവിന്റെ മുൻപിൽ ഒരു അപ്പൻ ഒരു കുഞ്ഞുമായിട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, ഗുരു ഇവൻ മധുരം ഭയങ്കരമായിട്ട് കഴിക്കും. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള മധുരം ഭയങ്കരമായിട്ട് കഴിക്കും, ഇവനെ ഒന്ന് ഉപദേശിക്കണം. ഗുരു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോ സ്തോത്രം ഗുരു മോനോട് പറയാം, മോനെ മധുരം കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല, മധുരം കുറയ്ക്കണം എന്ന് ഗുരു പറഞ്ഞു. ഉടനെ മോൻ അതനുസരിച്ച് കേട്ട് അവൻ പോയി, അവനും അപ്പനും കൂടെ പോയി. അല്ലെങ്കിൽ ഇത് കേട്ടോടെ നിന്ന് ശിഷ്യം പറഞ്ഞു, ഗുരു കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഈ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ ഒരാഴ്ചയും കൂടെ അവൻ കഴിക്കാതെ ഇരുന്നേനെ. ഉടനെ ഗുരു പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ഞാനും മധുരം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാൻ പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് മധുരം ചെയ്തു നിർത്തി. ഞാൻ ഒരാഴ്ച കൊണ്ട് മധുരം നിർത്തിയതിന് ശേഷമാണ് ഞാൻ അവനെ ഉപദേശിച്ചത്. ഹലോ, ഇവിടെ ഉണ്ടോ? ക്രൈസ്തലോട് ഞാൻ പറഞ്ഞതിന്റെ സാരം, ആരെയും വിധിക്കാനുള്ള അനുവാദം ദൈവം തന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിന്റെ വരവോളം നിങ്ങൾ ഒന്നിനെയും വിധിക്കരുത്. ജഡ്ജ്മെന്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ ഒരു ജഡ്ജി സ്വർഗത്തിലുണ്ട്. അവന്റെ വരവോളം വിധിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം, അക്കമിട്ട് ഒന്നുപോലും വിടാതെ സകലത്തിനെയും വിധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അക്കമിട്ട് ഒന്നുപോലും വിട്ടുപോകാതെ സകലത്തിനെയും വിധിക്കുന്ന വരുന്നുണ്ട്. എല്ലാവരും വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ നിന്നേ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയാൽ ഇപ്പൊ കേൾക്കുന്ന സ്വത്രം പോലും കേൾക്കത്തില്ല.
കാരണം അത്രയ്ക്കും ഭീകരമാണ് ആ അവസ്ഥ. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടെ. മൂന്നാമത്തെ കാര്യം, എന്റെ വരവോളം നിങ്ങൾ ഒന്നിനെയും വിധിക്കരുത് എന്ന് പറഞ്ഞ് എന്തിനറിയാം? നിങ്ങൾ മറ്റുള്ളതിനെ വിധിച്ച് നിങ്ങളുടെ പ്രത്യാശ കളയരുത്. നിങ്ങൾ മറ്റുള്ളതിനെ വിധിച്ച് നിങ്ങളുടെ വിശുദ്ധി കളയരുത്. നിങ്ങൾ മറ്റുള്ളതിനെ വിധിച്ച് നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കുറവ്. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ പള്ളിയിൽ പോവുകയും ചെയ്യും, വിധിക്കുകയും ചെയ്യും. ചിലര് പള്ളിയിൽ പോകുന്നത് വിധിക്കാനാ പോകുന്നത്. ചിലര് പള്ളിയിൽ പോകുന്ന വിധിക്കാനാ പോകുന്നത്. നിങ്ങൾ എന്നാ ചിരിക്കുന്നത്? ഉള്ള കാര്യം. ചിലര് പള്ളിയിൽ പോകുന്ന വിധിക്കാനാ പോകുന്നത്. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നുമല്ല. പിന്നെ എന്തിനാ പോകുന്നത്? വിധിക്കാനാ പോകുന്നത്. അവരങ്ങനെ ചെയ്ത്, ഇവരിങ്ങനെ ചെയ്ത്, അവരങ്ങനായിരുന്നു, ഇവരിങ്ങനായിരുന്നു. ചില കൺവെൻഷനൊക്കെ പോകുമ്പോ, അല്ലെ ചില ആത്മീയ പരിപാടിക്ക് പോകുമ്പോ ആ പരിപാടി അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിച്ചല്ല പോകുന്നത്. എന്നാ കുറവുണ്ടെന്ന് നോക്കിയാ പോകുന്നത്. കാരണം ഇത് പറഞ്ഞു നടക്കണ്ടേ. എന്നാ കുറ്റം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കൊന്ന് ഖാനാവിലെ കല്യാണത്തിന് അങ്ങനെയുള്ള ടീംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും മറിയ രഹസ്യമായിട്ട് വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, പ്രാർത്ഥനയ്ക്ക് വന്നതും പ്രാർത്ഥനയ്ക്ക് കയറിയതും വിധിക്കാനല്ല. അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് കളഞ്ഞോണം, അത് കളഞ്ഞോണം. ഇന്നൊന്ന് കയറി നോക്കാം, എന്നിട്ട് എന്നാ കുറ്റം പറയാം എന്ന് നോക്കിക്കോണം, ഒന്ന് നോക്കാം. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ട്, കയറിയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ തൊടും. ചിലര് യൂട്യൂബിൽ പ്രസംഗം കേൾക്കുന്ന എന്തിനാണെന്നറിയോ? വിധിക്കാനാ. ചിലര് യൂട്യൂബിൽ പ്രസംഗം കേൾക്കുന്നത് വിധിക്കാൻ കയറുന്നയാ. അറ്റവും പാലും കേട്ടിട്ട് പറയുക, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനല്ല, ഇങ്ങനെ. നിങ്ങൾ നേരത്തെ എങ്ങനെയാന്ന് നമുക്ക് അറിയായിരുന്നു. ഏറ്റവും കൂടുതൽ അസഭ്യമാകുന്ന വാക്കുകൾ വരുന്ന ഉപദേശം പ്രസംഗിക്കുന്നവരുടെ കമന്റ് ബോക്സിൽ. ഉപദേശം പ്രസംഗിക്കുന്നവരുടെ കമന്റ് ബോക്സിലാണ് ഏറ്റവും കൂടുതൽ അസഭ്യം വരും. എന്തിനാ? ഇത് കേട്ട് മാനസാന്തരപ്പെടാനൊന്നുമല്ല, വിധിക്കാനാ. അതിനെന്താ പറഞ്ഞേ? കർത്താവിന്റെ വരവോളം നിങ്ങൾ ഒന്നിനെയും വിധിക്കരുത്. ഒരാമേ പറഞ്ഞേ. അവിടുത്തെ വരവോളം നിങ്ങൾ ഒന്നിനെയും വിധിക്കരുത്. ഹല്ലേലൂയ. അവിടുത്തെ വരവോളം നിങ്ങൾ ഒന്നിനെയും എന്ത് ചെയ്യരുത്? വിധിക്കരുത്. നിന്നെ ആരെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിൽ നീ അത് ഗണ്യമാക്കണ്ട. അത് ദൈവം തിരുത്തിക്കോളും, ദൈവം അത് ചെയ്തോളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ വിധിക്കണം? എന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. നീ ആരെയും വിധിക്കാതെ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാനാണെങ്കിൽ നിനക്കെതിരെ വരുന്ന വിധികളെ എന്റെ ദൈവം തിരുത്തുമെന്ന് ഒരു ദൂതന്റെ പ്രാർത്ഥനാ സന്നിധിയിൽ കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാനത് ഇന്ന് പകൽ വള്ളിപുള്ളി തെറ്റാതെ കൈമാറുകയാണ്. ഏതെങ്കിലും വിഷയത്തിന്റെ മുൻപിൽ നിന്നെ വിധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് മൗനമായി ഇരിക്കാൻ ദൈവത്തിന്റെ ആത്മാവെന്നോട് ഇടപെട്ടു. അതിന്റെ അകത്ത് മൗനമായി തുടരാൻ പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു. ചില വിധികളെ തിരുത്തുന്ന ഒരു സ്വർഗം കൊണ്ട് ഈയോട് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, ഒരു ജഡ്ജിയുണ്ട്, ഒരു ന്യായാധിപതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ രാത്രി കൊണ്ട് ഹാമാന്റെ വിധികളെ മാറ്റി എഴുതിയ ഒരു സ്വർഗമുയർത്തിയുണ്ട്. ചില വിധികളുടെ മുമ്പിൽ പരവശയായിട്ടിരിക്കുന്ന നിന്നോട് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാം. നിന്നെ വിധിക്കുന്നവരും സൈനിക്കണമെന്ന് വിധിക്കട്ടെ, നിന്നെ കുറിച്ച് പറയുന്നവരും സൈനിക്കണമെന്ന് പറഞ്ഞട്ടെ. നല്ലൊരു ശക്തി ശ്രമിക്കുന്നുണ്ട്. വിധികളെ
ചിലതിനെ എന്റെ ദൈവം ഹാമാന്റെ വിധിയെ മൊർദെഖായിക്ക് അനുകൂലമായി എഴുതിപ്പിച്ച ഒരു ദൈവത്തിന്റെ പദ്ധതി മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഞാൻ വേഗത്തിൽ വരുന്നു. അല്ല, അപ്പൊ മൂന്നാമത്തെ കാര്യം, കർത്താവിന്റെ വരവോളം, അവിടുത്തെ വരവോളം ഒന്നിനെ വിധിക്കുന്നു. നാലാമതൊരു കാര്യം കൂടി പഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ തന്നെ 11:26 വായിച്ച്. 11:26. 1 കൊരിന്ത്യർ വായിച്ചു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. രാമൻ ചേർന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത കാര്യം, കർത്താവിന്റെ വരവോളം അവന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിച്ച് നിലനിർത്തണം. രാമൻ എത്ര പേര് പറയും? കർത്താവിന്റെ വരവോളം തന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിലനിർത്തണം. ആമേൻ, ആമേൻ. അവിടെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടോ, തന്റെ മരണത്തെ പ്രസ്താവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് ഒരുപാട് പറയാം. ആത്മനിയോഗത്തോടെ നിങ്ങളോട് ഞാൻ തോന്നുന്നു, യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം വരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യം വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ അല്പം കൂടെ മുകളിൽ നിൽക്കുന്നത്, അല്പം കൂടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുവിന്റെ മരണമാണ്. ഹലോ, യേശുവിന്റെ മരണമാണ്. ജനനത്തെക്കാട്ടിലും ശുശ്രൂഷയെക്കാട്ടിലും സ്തോത്ര ഹല്ലേലൂയ സ്വർഗാരോഹണത്തെക്കാട്ടിലും ഒക്കെ അല്പം കൂടെ പ്രധാനപ്പെട്ട് നിൽക്കുന്നത് യേശുവിന്റെ മരണമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അവിടുത്തെ വരവോളം നിങ്ങൾ ഈ കൽപ്പന ചെയ്യണം. കാരണം ഇത് അവന്റെ ജീവനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതല്ല, ഇത് അവന്റെ ശുശ്രൂഷയെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതല്ല, ഇത് അവന്റെ സ്വർഗാരോഹണത്തെ പ്രസ്താവിക്കുന്നു എന്നുള്ളതല്ല, ഇത് അവന്റെ മരണത്തെ. ഒരാമേ പറഞ്ഞു, ഇതാണ് അവന്റെ മരണത്തെ. ഇന്ന് മകൻ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, അവിടുത്തെ വരവോളം നീ കൽപ്പന. പുതിയ നിയമസഭയ്ക്ക് 2 കൽപ്പനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1 ഹല്ലേലൂയ സ്നാനം, 2 കർത്താവിന്റെ മേശം. ഏറ്റവും പ്രധാനപ്പെട്ട 2 കൽപ്പന. 1 സ്നാനം, 2 ഇത് രണ്ടും പുതിയ നിയമസഭ ചെയ്തിരിക്കണം. അവിടുത്തെ വരവോളം മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ 4ാമത്തെ കാര്യം ദൈവത്തിന്റെ കൽപ്പന. ചിലത് സ്നാനപ്പെട്ടിട്ടില്ല, ഇല്ലേ? ചിലത് സ്നാനപ്പെട്ടിട്ടില്ല. കുറച്ച് കഴിയട്ടെ സ്നാനപ്പെട്ടിട്ട് നിർബന്ധിച്ച് മുക്കാൻ പറ്റൂ? പറ്റത്തില്ല. എങ്ങനെ നിർബന്ധിച്ച് മുക്കുന്നത്? അവർക്ക് സ്വയം തോന്നി, അവർ ആ സ്നാനത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ് വേണം സ്നാനപ്പെടാൻ. അല്ല നിർബന്ധത്താലല്ല. ഞാൻ ഇരുന്നപ്പോ 10 പേരെ മുക്കി, അല്ലെങ്കിൽ എനിക്ക് 10 പേരെ മുക്കിയിട്ടാണ്, അല്ലെ ഞാൻ പോയതെന്ന് പറയാനല്ല. അതല്ല സ്നാനം. സ്വയം ഹൃദയത്തിന്റെ അകത്ത് സ്നാനപ്പെട്ട്, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, കർത്താവിനോട് കൂടെ ചേരാൻ, എന്റെ ജഡത്തിനെ ക്രൂശിക്കാൻ, എന്റെ ജഡത്തിന്റെ അനുഭവങ്ങളെ മാറ്റാൻ,
ഹല്ലേലൂയ, കർത്താവിനോട് കൂടെ ചേരാൻ, അടക്കപ്പെട്ടൊരു പുതിയ സൃഷ്ടിയായി എനിക്ക് എഴുന്നേറ്റ് വരാൻ, എനിക്കൊരു പുതിയ ജീവിതം നയിക്കാൻ, സ്വർഗത്തിലേക്ക് എന്റെ സ്ഥാനത്തെ എനിക്ക് ഉറപ്പിക്കാൻ, എനിക്ക് യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പന അനുസരിക്കണം, ചെയ്യണമെന്ന് ഹൃദയത്തിന്റെ അകത്ത് പരപ്രേരണ ഇല്ലാതെ സ്വയം തോന്നി ചെയ്യുന്നതാണ് സ്നാനം. ഞാൻ ഇന്നാളി പറഞ്ഞതുപോലെ ജ്ഞാനപ്പെടാൻ നേരത്തെ അച്ഛനെല്ലാം മുങ്ങി, വലത്തെ കൈ മാത്രം മുക്കിയില്ല. എന്തുകൊണ്ടാ മുക്കാഞ്ഞത്? അല്ലേലി എനിക്ക് ഒരുത്തിനെട്ടൊരെണ്ണം കൊടുക്കാനുണ്ട്, അതുകൊണ്ടാ മുക്കാഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ അല്ല സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സ്നാനം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അകത്തെടുക്കേണ്ട തീരുമാനമാ ദൈവവുമായിട്ട്. ഇന്നത്തെ കാലത്ത് മുക്കാൻ വേണ്ടി കുറയണം നടക്കും. എടാ, മുങ്ങണ്ടവന് മുങ്ങാൻ താല്പര്യമില്ല, പിന്നെ നീ എന്നെ മുക്കാൻ നടക്കും. നീ പ്രാർത്ഥിക്കരുത്, നീ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അതിനെ മുക്കണേ മുക്കണേ. അതിനുള്ള ഹൃദയം, അതിനുള്ള ഒരുക്കം, അതിനുള്ള ചിന്ത, അതിനുള്ള നിരൂപണം, അതിനുള്ള ഹല്ലേലൂയ മാനസികമാകുന്ന ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം വരണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കും. നീ ഇരുന്ന് പ്രാർത്ഥിക്കാതെ മുങ്ങടി മുങ്ങടി, നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അവരെ പരിവർത്തിക്കും, ദൈവാത്മാവ് അവരെ പരിവർത്തിക്കുമ്പോൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറയും. ഞാൻ ഇന്നാളി വടക്കേന്ത്യ ദേശകാലം പറയുന്നില്ല, വടക്കേന്ത്യയിൽ ഞാനൊരു മീറ്റിംഗ് പോയപ്പോ ഒരു മാസത്തിന്റെ മോള് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. വൈകിട്ട് മീറ്റിംഗില്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവിടുത്തെ പാസ് എന്നോട് പറഞ്ഞു, പാസേ, മോള് സ്നാനപ്പെട്ടിട്ടില്ല, ഇവള് സ്നാനപ്പെടണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവള് പറഞ്ഞ്, അടുത്ത വർഷം ഞാൻ സ്നാനപ്പെട്ടോളാം. എന്നോട് ദൈവാത്മാവ്, ഇവള് പറഞ്ഞപ്പോ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, മോനെ നിന്നെ കേൾപ്പിക്കാൻ പറയുക, അല്ലാതെ ഇവളൊന്നും പെടത്തില്ല. ഞാൻ ഹല്ലേലൂയ അവള് പറഞ്ഞപ്പോ തന്നെ തിരിച്ച് ഹല്ലേലൂയ മറുപടി പറഞ്ഞു, ഹല്ലേലൂയ നീ ഇത് പറയുന്നത് കള്ളവാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ ഇത് കള്ളവാ. വന്ന ഗസ്റ്റ് പാസ്റ്ററിനെ കേൾപ്പിക്കാൻ നീ പറഞ്ഞതാ, നീ പറയുന്നത് കള്ളവാണെന്ന് ദൈവാത്മാവ് ഓൺ ദ സ്പോട്ടിൽ വെളിപ്പെടുത്തി. ഞാനത് പറഞ്ഞു. അത് പറഞ്ഞത് കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് മുതൽ കൊച്ചിന് എന്നോട് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണേലും സാരമില്ല, നീ ജ്ഞാനപ്പെടത്തില്ലെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഉപദേശി എന്നോട് ഒറ്റയ്ക്ക് പറഞ്ഞു, അപ്പന എന്നോട് പറഞ്ഞു, പാസ്റ്റർ കറക്റ്റ് കൂത. കാരണം ഇവിടെ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി. അടുത്ത വർഷം വിടും. ഞങ്ങളെ പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലാതെ ഇവളിതുവരെ ഇവള് പെട്ടിട്ടില്ല. അല്ലെങ്കിൽ സ്നാനത്തിന്റെ സമയം ഇവൾ എന്തേലും പറഞ്ഞ് ഒഴിയും. ദൈവം ആ വെളിപ്പെടുത്തിയ ദൂത് കറക്റ്റാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ജ്ഞാനപ്പെട്ടെന്നൊക്കെ തോന്നുന്നു, വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. ജ്ഞാനപ്പെട്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്തു ആയിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞതിന്റെ സാരം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല സ്നാനം. സ്വയം ഹൃദയത്തിന്റെ അകത്ത് ദൈവം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ കൽപ്പനയാണ്, ഞാനത് അനുസരിക്കണം. നീ ജ്ഞാനപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇപ്പൊ നിർത്താം. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമുണ്ട്? ഇല്ല. സ്നാനാന്തര ജീവിതം നയിക്കണം. സ്തോത്രം. പുതിയതായിട്ട് ജനിച്ചിട്ട് പഴയ സ്വഭാവം എന്ത് ചെയ്യരുത്, കാണിക്കരുത്. പഴയത് കഴിഞ്ഞു പോയി എന്നാ ബൈബിൾ പറയുന്നത്. അല്ലെങ്കിൽ ജ്ഞാനപ്പെട്ടതിന് ശേഷം പിന്നെ പഴയ സ്വഭാവം എടുത്തുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. പഴയ സ്വഭാവം, പഴയതെല്ലാം കഴിഞ്ഞു, പുതിയ സൃഷ്ടിയായി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് പറയാ, ഒന്ന് ജ്ഞാനപ്പെട്ട് ഓക്കെ ആയില്ലെങ്കിൽ ഒന്നുകൂടെ പെട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പലരും 2, 3, 4 സ്നാനം കഴിഞ്ഞേനെ. ഇത് ഒരു വട്ടമേ ഉള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഇങ്ങനെ തപ്പി പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ഇല്ലെങ്കിൽ നമ്മൾ എത്ര വട്ടം ജ്ഞാനപ്പെട്ടേനെ, അതല്ലേ നമ്മുടെ കയ്യിലിരിക്കും. ഹല്ലേലൂയ. എന്നെ പകൽ ശ്രദ്ധിക്ക്, സ്നാനപ്പെട്ടത് കൊണ്ടും മാത്രം കാര്യമായില്ല. സ്നാനാന്തര ജീവിതത്തെ നമ്മൾ മനുഷ്യരാ, കുറവുകൾ വരും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഒരു 100-ൽ ഒരു 99% അല്ലെങ്കിൽ 98%എങ്കിലും നമുക്ക് പല കാര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയും. പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് വേറിട്ട് നിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കളയാൻ കഴിയും. ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ചിന്ത ഭരിച്ചാൽ ഹല്ലേലൂയ,
പലതിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ സ്നാനപ്പെട്ടത് കൊണ്ട് അവിടുത്തെ വരവിൽ നീ എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കരുത്. സ്നാനാന്തര ജീവിതത്തെയും സൂക്ഷിക്കണം. സ്നാനപ്പെട്ടവര് വേണം എന്തെടുക്കാൻ. അതാ നമ്മൾ വായിച്ചോ, അവിടുത്തെ വരവോളം മരണത്തെ പ്രസ്താവിക്കുന്ന കൽപ്പന കർത്താവിന്റെ മേശ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് നാളുകൾക്ക് പുറകിൽ സഹോദരി പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഒരു വീട്ടിലാ ഫ്ലാറ്റിലാന്ന് തോന്നുന്നു, ഇങ്ങനെ ശുശ്രൂഷ ചെയ്തപ്പോ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്ത ഈ തിരുമേശയുടെ ആ ബണ്ണാണോ ബ്രെഡാണോ എനിക്കറിയത്തില്ല എന്താ, അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്ത പോലും കുഞ്ഞാണെന്ന് തോന്നുന്നു, അതിനോട് പറയാ വേണം നീയും എല്ലാരും കഴിക്കില്ല, നീ കഴിക്കാതിരിക്കേണ്ട. സ്തോത്രം ചെയ്ത് അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയെ മാറ്റി എഴുതുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഗൗരവമായി പറയും, നിങ്ങൾക്കുള്ളത് എന്റെ വരവോളം നിങ്ങൾ പിടിച്ചുകൊള്ളണം, നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തമായി ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, അവിടുത്തെ വരവോളം നീ കൽപ്പനകളെ അനുസരിക്കണം. ഹല്ലേലൂയ. ചിലത് സ്നാനപ്പെട്ടെങ്കിലും കർത്തൃമേശ എടുക്കാത്തവരുണ്ട്. സ്നാനപ്പെട്ടിട്ട് കർത്തൃമേശ എടുക്കാത്തവരുണ്ട്. സ്നാനപ്പെട്ടിട്ട് കർത്തൃമേശ എടുക്കാത്തവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞ കർത്തൃമേശ അല്ലെങ്കിൽ എല്ലാ മാസവും ചെയ്യുമായിരുന്നു. ബ്രദറൻ ചർച്ചുകാർ എല്ലാ ആഴ്ചയും എടുക്കുന്നത് ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാ ആഴ്ചയിലും ചെയ്യും. എന്നാ കാര്യം? സ്തോത്രം. കർത്താവ് വരുവോളം കൂടുന്ന സമയത്തല്ലേ ഇത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ്? നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കുടിച്ചിട്ട് അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങുമ്പോ അത് കളയരുത്. ഇത് കുടിക്കുമ്പോ ജീവൻ വരും, പുറത്തോട്ടിറങ്ങുമ്പോൾ ഉള്ള ജീവൻ പോകും. അങ്ങനെ ആവരുത്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ശക്തമായി ഗൗരവമായി പറയുന്നത്, അവിടുത്തെ വരവോളം നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. ഇന്ന് പകൽക്കാലം എന്തിനെയാ മുറുകെ പിടിക്കേണ്ടത് മനസ്സിലായോ? ഒന്ന്, നിത്യതയുടെ പ്രത്യാശ. രാമേ പറഞ്ഞു. നിത്യതയുടെ പ്രത്യാശ. രണ്ട്, ഹല്ലേലൂയ, എല്ലാ നല്ലത് എന്ത് ചെയ്യണം? മുറുകെ ശോധന ചെയ്തിട്ട് നല്ലത് എന്ത് ചെയ്യണം? മുറുകെ. മൂന്ന്, ഒന്നിനെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. ഒന്നിനെയും ഹല്ലേലൂയ വിധിക്കുന്ന ഒരു ജഡ്ജി വരുന്നൊരു സമയമുണ്ട്. വിധിക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ വിധിക്കുന്ന ഒരു സമയം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവസാനമായി നമ്മൾ കേട്ടു, അവന്റെ കൽപ്പനയെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. അവിടുത്തെ വരവോളം എന്റെ കൽപ്പനയെ നിങ്ങൾ മുറുകെ പിടിച്ചു. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിത്യജീവന്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തി കളയുന്ന നിത്യജീവന്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പൈശാചിക തന്ത്രങ്ങളെയും ഈ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിന്റെ മേലൊരു ജയം കൈവരിക്കാൻ അല്പനിമിഷം കണ്ണുകളുടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്
എല്ലാ കണ്ണുകളും അടച്ച് അല്പനിമിഷം ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവത്തോട്, കർത്താവേ, എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാൽ സാരമില്ല, നിത്യജീവൻ നഷ്ടപ്പെടരുത്, നിത്യജീവൻ നഷ്ടപ്പെടരുത്, നിത്യജീവൻ നഷ്ടപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്ത് അല്പസമയം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പാട്ടൊന്നും പാടുന്നില്ല, ഒന്ന് സമർപ്പിക്കുക. സംസാരത്തിൽ വന്നുപോയത് എന്റെ നിത്യജീവന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രവൃത്തിയിൽ വന്നുപോയത് എന്റെ നിത്യജീവന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഷഗമ ഹദര അടമ, എന്റെ കാഴ്ച, എന്റെ കേൾവി നിത്യജീവന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയായി ഇരുന്ന് കാണിക്കാനല്ല ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ വൈതലാണെന്ന് കാണിക്കാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. പള്ളിയിൽ പോകുന്നുണ്ടെന്ന് കാണിക്കാനല്ല, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെന്ന് കാണിക്കാനല്ല. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് നിത്യജീവന്റെ പവിത്രതയെ നിലനിർത്തുന്ന, പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല അനുഭവം നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ നിത്യജീവനിൽ ഭംഗം വരുത്തിയ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. പലരും പിന്മാറിപ്പോയപ്പോൾ അവര് പിന്മാറിപ്പോകാഞ്ഞതിന്റെ കാര്യം, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടെന്ന് ഉള്ള തിരിച്ചറിവാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം പുത്രനിൽ വിശ്വസിക്കുന്നവര് നിത്യജീവനുണ്ട്. നമ്മൾ വിശ്വസിച്ചത് അബദ്ധമല്ല. നിന്റെ ജീവിതം കൊണ്ട് നീ അത് അബദ്ധമാക്കരുത്, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ അത് അബദ്ധമാക്കരുത്. നീ വിശ്വസിച്ചത് നിനക്കൊരു അനുഗ്രഹമാണ്, നിന്റെ നിത്യജീവനിലേക്ക് എത്തിച്ചു. നമുക്കൊന്ന് ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, സമർപ്പിക്കുന്നു. അവിടുത്തെ വരവോളം ഞങ്ങൾ നിലനിർത്തേണ്ടത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടതും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ നിലനിർത്തേണ്ടത് പ്രത്യാശയുടെ ധൈര്യം. അത് വേറൊന്നുമല്ല, നിത്യജീവൻ അത്രേ. അത് നിലനിർത്തുവാൻ വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടതും കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അത് നല്ലത് മാത്രം മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഒന്നിനെ കുറിച്ചും വിധിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഹല്ലേലൂയ. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവിടുത്തെ വരവോളം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് വചനത്തിന്റെ അകത്തു നിന്ന് വെളിപ്പെട്ട ദൂത് ഏതെങ്കിലും നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ആ ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹൂഡാരാമ ശംദര അൽമന ജഗരഥന ഉഡിയമന ശഗനാദിയ. അല്പനിമിഷം എല്ലാവരും ഒന്ന് സ്തോത്രത്തിൽ പ്രാർത്ഥിച്ച്, എല്ലാവരും കർത്താവേ, നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നതായ എന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അബദ്ധങ്ങളും, എല്ലാ കുറവുകളും, എല്ലാ ബലഹീനതകളും ഞാൻ ഇന്നു പകൽ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നു. യേശു കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, വചനത്താൽ എന്നെ ഒരുക്കണമേ. യേശു കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിയോഗമുള്ളവർ, മനസ്സുള്ളവർ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം നിന്നെ ശുദ്ധീകരിക്കും, ദൈവത്തിന്റെ വചനം നിന്നെ ഒരുക്കും. നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ടതുപോലെ, ഹല്ലേലൂയ, അവിടുത്തെ വരവോളം നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടാതെ വണ്ണം നിങ്ങൾ മുറുകെ പിടിക്കണം. നിത്യ ജീവന്റെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ നല്ലത് മുറുകെ പിടിക്കുക. ഒന്നിനെയും വിധിക്കാതിരിക്കുക, കൽപ്പനകളെ അനുസരിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അതിനായി നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പ്രിയ അപ്പച്ചൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥന.